ഹായ്, ഞാൻ സാജു നരിക്കുനി, ചെറിയൊരു കലാകാരനാണ്. അപ്പോൾ എന്നെ കുറച്ചാൾക്കൊക്കെ അറിയണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. വീഡിയോ വെച്ചാൽ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തോ അല്ലാണ്ടൊക്കെ കുറേ വർക്കുകൾ എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്ത് പഠിച്ചത്. അന്നപ്പോൾ കുറേ വർക്കുകളൊക്കെ ഇവിടെ ഉണ്ട്, കുറേ ഒക്കെ വർക്കുകളൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇപ്പോഴും വർക്കുകളൊക്കെ ഏകദേശം നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് വർക്കുകളുണ്ട് ഇവിടെ. ഞാൻ ഇന്ന് എൻ്റെ തറവാട്ടിലേ വന്നേരം. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ പണ്ടേത്തെ കുറേ വർക്കുകൾ നിങ്ങളൊന്ന് കാണിച്ചു തരണം. അപ്പോൾ ഞാൻ എല്ലാ വർക്കുകളും കാണിച്ചു തരാം. ഓക്കെ, ഈ വർക്കാണ് എൻ്റെ ഡിസൈൻ വർക്കിലെ ഏറ്റവും ഫസ്റ്റ് വർക്ക് കേട്ടോ. ഫസ്റ്റ് വർക്ക് ഞാൻ ഫസ്റ്റ് ടേപ്പിനൊക്കെ പണിക്ക് പോകുന്ന കാലത്ത് ചുമ്മാ ഇവിടെ നിന്ന് കണ്ടേരം ആ ടൂൾസ് വെച്ചിട്ട് ചെയ്ത ഫസ്റ്റ് വർക്കാണ്. ഈ വർക്കിൻ്റെ മുകളിലാണ് എൻ്റെ ഡിസൈൻ വർക്കിലേക്കുള്ള സ്റ്റാർട്ടിങ്. അപ്പോൾ ഇതൊന്നും എൻ്റെ മറക്കാൻ പറ്റാത്ത വർക്കുകളാണ് ഇതൊക്കെ. ഈ വർക്ക് എൻ്റെ റൂമിൽ ചെയ്ത വർക്കാട്ടത്. ഇതൊക്കെ ചെയ്തിട്ട് ഒരു 10-15 വർഷം മുമ്പ് ചെയ്ത വർക്കുകളാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പണ്ടേത്തെ ഒരു വർക്കാണ്. ഈ വർക്ക് പറഞ്ഞാൽ ഞാൻ ഏകദേശം 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ചെയ്ത വർക്കാട്ടത്. വർക്ക് അന്നൊക്കെ ചെയ്യാൻ എനിക്ക് വലിയൊരു ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഇത് ചെയ്തത് ഉള്ളിച്ചാക്കാണ്. പിന്നെ ഇതിൻ്റെ മൊത്തത്തിൽ ഉള്ളിച്ചാക്ക് വെച്ചാണ് ഇത് ചെയ്തത്. ഉള്ളിച്ചാക്കിൽ കുമ്മായം നിറച്ച് നെറ്റിൻ്റെതോ അങ്ങനത്തെ വലിയ ഐഡിയകളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു വർക്ക് ഇതാണ്. പിന്നെ അടുത്തൊരു വർക്കാണ് സാറേ. പിന്നെ എൻ്റെ അടുത്തൊരു വർക്ക് ഇതാ. ഇത് പണ്ട് ഞാൻ കൊറോണ സമയത്തൊക്കെ ചെയ്താൽ ദാസേട്ടനെ നമ്മളെ ഗാനഗന്ധർവ്വ യേശുദാസൻ ചെയ്തതാണ്. അപ്പോൾ ഇതൊന്നായി പൊട്ടി നശിച്ച് വയ്ക്കിട്ടോ. ഇതൊരു മൾട്ടിവുഡിൻ്റെ ഓളായി ചെയ്ത്. പിന്നുള്ളൊരു വർക്ക് വെച്ചാൽ ഇതെല്ലാം കൂടി ബാക്കിലാക്കി ഒരു ബുദ്ധൻ്റെ വർക്കാണ്. ഇത് ഞാനന്ന് പണ്ട് കൊറോണയിലൊക്കെ സമയത്ത് ചെയ്തൊരു വർക്കാട്ടോ അത്. പിന്നെ ഇത് സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏകദേശം ഇവിടെ തൊട്ട് ഈ ഒരു സ്ക്വയറായിട്ട് ഒരു 4-5 വീതിൻ്റെ ഒരു ഹോളോബിക്സ് കുത്തനെ വെച്ചതാണ്. പിന്നെ ഇവിടെ നേരെ ഒരു കമ്പി ഇട്ടിട്ട് ഇവിടെ എന്തോ ഒരു ബോളോ എന്തോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോളോ എന്തോ സാധനത്തെ വെച്ച് അങ്ങനെ ഒരു തട്ടിക്കൂട്ടായി ചെയ്തൊരു വർക്കാട്ടോ ഈ വർക്ക്. പിന്നുള്ളൊരു വർക്കാണ് ഇതാ ഈ വർക്ക്. ഇതൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് 8 ദിവസം കൊണ്ട് ചെയ്ത വർക്കാട്ടോ അത്. പിന്നെ എന്തൊക്കെയോ മെറ്റാലിക് പെയിൻ്റൊക്കെ ഇട്ടടിച്ച് ഒരു ഇതാക്കിയാണ് ഇതൊക്കെ. പിന്നെ ഒരു കുട്ടിയാനയുടെ വർക്ക് ചെറിയ എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ഗാർഡനിലൊക്കെ വെക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ തുമ്പിക്കൈൻ്റെ മുകളിൽ കൂടെ പൈപ്പൊക്കെ ഇട്ട് ഇതിങ്ങനെ ഗാർഡനിലേക്ക് വെള്ളം തെറിച്ച് ഇതാക്കാനുള്ള അങ്ങനത്തെ സെറ്റപ്പിലാണ് ഞാൻ പണ്ട് ചെയ്തിട്ടില്ല വെള്ളം. പിന്നെ ഒരു ചുമര് പോലും ഞാൻ ഇവിടെ ഒഴിവാക്കല്ലേ. എവിടെ എന്ത് ചുമരുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതായത് ചുമൻ്റെ മുകളിലാണ് ബാക്കിൽ ചുമൻ്റെ മുകളിൽ വർക്കാണ്. അതൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് കുറേ എൻ്റെ പ്രാക്ടീസ് ആയിരുന്നു. ഇവിടെ ഈ വീടിൻ്റെ ചുറ്റുപാടുള്ള ചുമരുകൾ അതോണം എല്ലാ സ്ഥലങ്ങളും എൻ്റെ വർക്കിൻ്റെ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലമായിരുന്നു. പ്ലാസ്റ്റർ പാരിസിൽ ചെയ്തൊരു വർക്കാട്ടോ വർക്ക് ചെയ്യാൻ ഞാൻ കുറേ ബുദ്ധിമുട്ടിക്കും. പ്ലാസ്റ്റർ പാരിസിൻ്റെ ഈ സ്ട്രോങ് എത്ര ആണെന്നോ അത് എത്ര കൂട്ടണം അതിൻ്റെ മിക്സിങ് അതിൽ വെള്ളം വയ്ക്കേണ്ട ഒരു സംഭവം എനിക്ക് അറിയില്ല. പക്ഷേ കാലത്ത് ഞാൻ ചെയ്ത് പേപ്പർ ഇട്ടിട്ട് സെറ്റപ്പ് ചെയ്തൊരു വർക്കാണത്. എന്തായാലും വലിയ മോശമില്ലാത്തൊരു വർക്കായിരുന്നു. അടിപൊളിയില്ലേ? ഇപ്പോൾ കാണിച്ചതൊക്കെ എൻ്റെ വർക്കുകൾ അങ്ങനെ കുറേ വർക്കുകളുണ്ടായിരുന്നു. കുറേ വർക്കുകളൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഈ ഒരു വർക്ക് ഇതൊക്കെ ഇനി വന്നിട്ട് എപ്പോഴെങ്കിലും വന്ന് ഒന്നുകൂടി പെയിൻ്റ് അടിക്കണം. കുറേ അങ്ങനത്തെ ചെയ്ത് ആൾ വെക്കും. ഞാൻ വർക്കുകളൊന്നും എനിക്ക് മറക്കാൻ പറ്റാത്ത വർക്കുകളാണ്. ഈ വർക്കുകൾ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്ത് ഏകദേശം ഈ ഒരു ലെവലായില്ല എന്നാലും ഈ ഒരു ലെവലിലെത്തിയത് ഈ വർക്ക് സ്വന്തം ചെയ്ത് പഠിച്ചതിനെ കൊണ്ടാണ്. അപ്പോൾ പിന്നെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ അപ്പോൾ ഓക്കെ ടാറ്റ.